ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിലത്തെ ഒരു 10 ചോദ്യമാണ്. പാർട്ട്ണർഷിപ്പ് പൊതുവെ ഈസി സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും ഒന്ന് രണ്ട് ഷോർട്ട് കട്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഒരു 30 സെക്കൻഡ് എടുക്കുന്നത് ഒരു 15-20 സെക്കൻഡ് കൊണ്ട് നമുക്ക് തീർക്കാം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രോബ്ലത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. എ ആൻഡ് ബി സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് 12,000 ആൻഡ് 18,000. അപ്പോൾ നമ്മൾ ഈ കേസിൽ നമ്മൾ ഈ സൈഡിൽ ഇപ്പോൾ എ എഴുതുക, ഇവിടെ ബിയും. നമ്മൾ 12,000 എന്ന് പറയുമ്പോൾ 12,000 ഫുള്ളായിട്ട് എഴുതി സമയം കളയേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, 12 മാത്രം എഴുതിയാൽ മതി. പിന്നെ നോക്കിയിട്ട് ചെയ്താൽ മതി 0 വേണോ വേണ്ടോ എന്നുള്ളത്. കാരണം ഇപ്പോൾ എല്ലാം ക്യാൻസലായി പോകും. പുതിയ റേഷ്യോ ആണത്. ബി 18,000, അപ്പോൾ നമ്മൾ 18 മാത്രം എഴുതുക. ആഫ്റ്റർ 4 months, അപ്പോൾ 4 മാസം കഴിഞ്ഞു, ഇൻറ്റു 4. എ ഇൻവെസ്റ്റഡ് 6,000 മോർ. അപ്പോൾ 12 നമ്മൾ 3 0 എല്ലാത്തിനും ഒഴിവാക്കി. അപ്പോൾ 12 + 6, അപ്പോൾ 18. അപ്പോൾ എ ഇൻവെസ്റ്റഡ് 6,000 മോർ വൈൽ ബി വിഡ്രോ 3,000. അപ്പോൾ 4 മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ബി 3,000 വിഡ്രോ ചെയ്തു. അപ്പോൾ ബാക്കി എത്രയായി, 15. ഇഫ് ടോട്ടൽ പ്രോഫിറ്റ് അറ്റ് ഇയർ എൻഡ് ഈസ് 27,000. അപ്പോൾ ബാക്കി എത്ര മാസമുണ്ട്, ഇപ്പോൾ 4 മാസം കഴിഞ്ഞു, പിന്നെ 8 മാസം, ഒരു കൊല്ലത്തേക്ക് ഇവിടെ 8 മാസം. അപ്പോൾ ഇത് മൊത്തം 4 മൊത്തം നമുക്ക് ക്യാൻസൽ ചെയ്യും. ഇത് 4 പോയി, ഇവിടെ 2, ഈ 4 ഇവിടെ, ഇത് 2, വീണ്ടും 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇത് 6, ഇത് പോയി, ഇതും പോയി, ഇത് 9. അപ്പോൾ 18 + 6 24. ഇത് 15 + 9, അത് 24. അപ്പോൾ ഇവർ ഷെയർ ചെയ്യുന്നത് 1:1 റേഷ്യോയിലാണ്. അപ്പോൾ നമുക്ക് തന്നിട്ട് പ്രോഫിറ്റ് 27,000. അപ്പോൾ നമുക്ക് ബി ഷെയർ 1 ആണ്. 1/2 ഇൻറ്റു 27,000. 27 ഇട്ടാൽ മതി. അപ്പോൾ 13.5. ജസ്റ്റ് നമ്മൾ ഓപ്ഷൻ ഈ 13.5 135,000 ആയിരിക്കും, അതായത് 13,500. അപ്പോൾ ഉത്തരം കിട്ടി. നമ്മൾ ഫുള്ളായിട്ട് 0 ഒന്നും എഴുതേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഇൻവെസ്റ്റ് ₹8,000. അപ്പോൾ 8 ഇവിടെ, എ ബി വേണമെങ്കിൽ ഇവിടെ എഴുതാം. 8,000 ഫോർ 12 മന്ത് ഇൻറ്റു 12. ബി ഇൻവെസ്റ്റ് 12,000 ഫോർ 8 മന്ത്. റേഷ്യോ എത്രയായി, 1:1. ആൻസറേ. മൂന്നാമത്തെ ചോദ്യം. എ ആൻഡ് ബി സ്റ്റാർട്ട് എ ബിസിനസ് 10,000 ഈച്ച്. അപ്പോൾ എ ബി 10,000 എന്നല്ലേ 1 മാത്രമേ എഴുതുന്നുള്ളൂ. ആഫ്റ്റർ 6 months ബി ഡബിൾ ഡിസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആഫ്റ്റർ 6 മാസത്തിന് ശേഷം ബി ഡബിൾ ചെയ്തു. 1 ആദ്യമായിരുന്നു, പിന്നെ 2ആയി. വാട്ട് ഈസ് ദ പ്രോഫിറ്റ്? എ 6 ആയിരുന്നില്ല, എ 12 ആണ്. അപ്പോൾ മൊത്തം എ ഡബിൾ ചെയ്തില്ല, ബി മാത്രമേ ഡബിൾ ചെയ്യുന്നുള്ളൂ. ഇത് 6 മാസം. അപ്പോൾ ഇത് 12, ഇത് 6 + 12 18. അപ്പോൾ 2:3 റേഷ്യോ. ഈസി. പ്രോഫിറ്റ് റേഷ്യോ 2:3. നാലാമത്തെ ചോദ്യം. എ ഇൻവെസ്റ്റ് 6,000. അപ്പോൾ 6A. ബിയോ 8,000. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എത്രയായി, 3:4. ടോട്ടൽ പ്രോഫിറ്റ് 7,000 ആണ്. അപ്പോൾ ബി ഷെയർ എത്ര? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി 7 പാർട്ടാണ് 7,000. അപ്പോൾ ബി പാർട്ട് പറയുമ്പോൾ എത്രയായി, 4 ആണ്. അപ്പോൾ 4,000. അപ്പോൾ 4 പറയുമ്പോൾ 4,000. ആൻസർ സി. അഞ്ചാമത്തെ ചോദ്യം. എയും ബിയും സിയും 2, 3, 5 ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എ ബി സി. ടോട്ടൽ പ്രോഫിറ്റ് 10,000. അപ്പോൾ സീസിൻ്റെ ഷെയർ ആവേണ്ടത്. അപ്പോൾ ഇത് ടോട്ടൽ എത്രയായി, 10 പാർട്ടാണ് 10,000. അപ്പോൾ 5 പാർട്ട് പറയുമ്പോൾ 5,000. ആറാമത്തെ ചോദ്യം. എ ഇൻവെസ്റ്റ് 5,000. അപ്പോൾ നമ്മൾ 5 മാത്രം എഴുതിയാൽ മതി. എ എന്ന് പറയുന്നത് 5 ഫോർ 10 മന്ത്. ബിയോ 8,000. അപ്പോൾ 8 ഇൻറ്റു 5 മന്ത്. അപ്പോൾ പ്രോഫിറ്റ് റേഷ്യോ ഇത് ക്യാൻസൽ ചെയ്യാം നമുക്ക്. അപ്പോൾ 10, 8, 5/4. ആൻസറേ. ഏഴാമത്തെ ചോദ്യം. എ ആൻഡ് ബി 3:2 റേഷ്യോ പ്രോഫിറ്റ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 25,000. അപ്പോൾ 5 പാർട്ട് എന്ന് പറയുന്നത് 25,000. അപ്പോൾ ഒരു പാർട്ട് എത്ര, 5,000. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് പറയുമ്പോൾ 3 പാർട്ട്. 3 പാർട്ട് എന്ന് പറയുന്നത് 15,000. സി. എ ഇൻവെസ്റ്റ് 20,000. അപ്പോൾ 2. ബി ജോയിൻസ് ആഫ്റ്റർ 4 months വിത്ത് 30,000. അപ്പോൾ 3 നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ ബിയും അറ്റ് ദി ഇയർ എൻഡാണ് പ്രോഫിറ്റ് വേണ്ടത്. അപ്പോൾ ബി 4 മാസത്തിന് ശേഷമാണ് വന്നത്. അപ്പോൾ ഇനി ബിക്ക് എത്ര ബാക്കിയുണ്ട് മാസം, 8 മാസം. 8 4 12 ആവും. എ ഫുള്ളുണ്ട് 12 മാസം. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3, ഇത് 4, 2, ഇത് ക്യാൻസൽ ആയി. അപ്പോൾ 1:1 റേഷ്യോ. ആൻസർ ബി.
എ ആൻഡ് ബി ഇൻവെസ്റ്റ് ഈക്വലി. എയും ബിയും ഈക്വൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എ വർക്ക്സ് ആൻഡ് ഗെറ്റ്സ് 10% പ്രോഫിറ്റ് ആസ് സാലറി, റിമൈനിങ് ഷെയർഡ് ഈക്വലി. അപ്പോൾ ഫൈൻഡ് എസ് ടോട്ടൽ ഷെയർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൊത്തം 22,000 ഉണ്ട്. അപ്പോൾ എക്കെന്ന് വെച്ചാൽ ഒരു 10% എന്ത് ചെയ്യുക എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ 10% എന്ന് പറയുമ്പം 10% എക്സ്ട്രാ ഓഫ് 22,000 പ്ലസ് ബാക്കി എത്രയുണ്ട് 22,000-ൽ 90% ഉള്ളത്. 90% 22,000 ഏത് രീതിയിലാവും? ഇവരെ പ്രോഫിറ്റിൻ്റെ ഇത് ഷെയർ 1/2 റേഷ്യോ 1 ആയതുകൊണ്ട് 1/2. അപ്പോൾ 22,200 പ്ലസ് ഇത് ക്യാൻസലായി 90. അപ്പോൾ 112,100. ആൻസർ ബി. അപ്പോൾ ലാസ്റ്റ് ചോദ്യം. എ ഇൻവെസ്റ്റ് 15,000, അപ്പോൾ 15. ബി ഇൻവെസ്റ്റ് 10,000, അപ്പോൾ 10. ആഫ്റ്റർ 4 months എ വിഡ്രോ ഹാഫ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ 0 ഇടാം, കാരണം ഹാഫ് പറയുമ്പോൾ 75 ആവാൻ കറക്റ്റ് സംഖ്യ ആവാൻ 75. ഫൈൻ ദ റേഷ്യോ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ബി എത്രയായി 12 മാസം. അപ്പോൾ ഇത് ബാക്കിയുള്ളത് 8 മാസം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇത് 100 അപ്പോൾ 25 വെച്ച് കളയുകയാണെങ്കിൽ 25 6, ഇത് 3, ഇത് 4, അതല്ല ഇത് 3. അപ്പോൾ 2 + 2 4, ഇത് 4. വീണ്ടും 1:1 റേഷ്യോ. ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെയാണ് നോർമലായിട്ട് SSCക്കാലും ഇതേപോലത്തെ കോമ്പറ്റീവ് എക്സാമിന് ചോദിക്കാറ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും കുറച്ച് ടഫ് ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.